ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കണ്ടു നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്കാക്കി ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഞാൻ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനീഗറാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറുനാരങ്ങൻ്റെ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ബോണോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ബ്രസ്റ്റ് പീസ് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ ബോണോട് കൂടി ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് 10 അണ്ടിപ്പരിപ്പും ഒരു 8-9 ബദാം പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഞാൻ ചേർക്കുന്നത് ഒരു 1.5 സവാള റഫായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ഒരുപാട് വഴന്ന് ഗോൾഡ് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസസ് കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, മൊത്തം ടേസ്റ്റ് മാറിപ്പോവും. ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. മുളക് പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1.5 തക്കാളിയാണ്. അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നല്ല കളറും കിട്ടും, പെട്ടെന്ന് വാടി വരികയും ചെയ്യും. പക്ഷേ എൻ്റെ തക്കാളി കുറച്ച് കളറില്ലാത്തതായിപ്പോയി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തക്കാളിയൊക്കെ ഉടയുന്നത് വരെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ച് വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ലാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാൻ പാനിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഓയിൽ എടുക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം ഗ്രില്ലാക്കി എടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരുപാട് ഓയിൽ വേണ്ട, അപ്പോൾ ഗ്രില്ലായിട്ട് വരില്ല. ഇനി തിരിച്ചു മറിച്ചു വിട്ടത് നന്നായിട്ടൊന്ന് ഗ്രില്ലാക്കി എടുക്കുക. ഞാനിതാ ഇതിൽ നിന്ന് ഓയിൽ ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഒഴിച്ച ഓയിൽ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ഓയിൽ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ പാനിൽ ഗ്രില്ലാക്കി എടുക്കുമ്പോൾ ഇച്ചിരി ഇങ്ങനെ കരിയിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് ആ ഒരു സ്മോക്കി ഫ്ലേവർ ചിക്കനിലേക്കും കറിയിലേക്കും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ കരിയിച്ചിട്ട് വേണം ഗ്രില്ലാക്കി എടുക്കാൻ. ഇപ്പോൾ ഇതെല്ലാം ഗ്രില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സെയിം പാൻ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള കൂട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതോടെ ഒന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ഉപ്പ് കുറവായിട്ടുണ്ടാവും. കാരണം വെള്ളമൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ ഉപ്പ് കുറവായിട്ടുണ്ടാവും. ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ചേർക്കണേ. ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കട്ടി നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ കസൂരി മേത്തിയും 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ ഒരു നുള്ള് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർക്കാം. ഇത് ചേർക്കാതെയും ഉണ്ടാക്കാം. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള നല്ല ടേസ്റ്റി ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ അതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. കാരണം നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ബട്ടർ ചിക്കന് ചെറിയൊരു സ്വീറ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ ഈ ഒരു പഞ്ചസാര നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു നുള്ള് ഗരം മസാല ആണ്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ നുള്ള് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അത് കറിയെല്ലാം തിക്കായി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൈസസിൻ്റെ ലെവലെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കണിൽ ക്ലിക്കാക്കി ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു.